എന്റെ സ്നേഹം കാണിക്കാനാണ്. എന്റെ സ്നേഹം കാണിക്കാൻ എനിക്ക് ഇന്നലെ അക്ബറുമായിട്ട് ചെറിയ വഴക്കുണ്ടാക്കുന്നതായിട്ടില്ല. ഞാൻ നിനക്ക് ഭക്ഷണം തരും, എന്നിട്ട് നീ എന്തിനാ എന്റെ പേര് പറഞ്ഞത്? ബിക്കോസ് അവൻ ആ റീസൺ കൊടുത്തത് ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ ജയിൽ നോമിനേഷൻ ഞാൻ ഭക്ഷണം പറഞ്ഞിട്ടില്ല. അവളുടെ 4 പൊറോട്ട കഴിച്ചിട്ട് പിന്നെ ഞാൻ അവളോട് ഭക്ഷണം ഞാൻ പറയൂല. അതല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ റീസൺ ബാത്റൂം ക്ലീൻ അല്ലായിരുന്നു, ഡേർട്ടി ആയിരുന്നു. ബാത്റൂം ടീം ക്യാപ്റ്റൻ ആയിരുന്നു ജിസൈൽ. ബാത്റൂമിൽ ഇല്ലാതെ പലപ്പോഴും കിച്ചണിലായിരുന്നു. അനു അന്ന് ചപ്പാത്തി വരയ്ക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ അതാണ് സംഭവം. അത് ജിസൈൽ വന്നിട്ട് പിന്നെയും ആയിട്ടൊരു പ്രശ്നം ഉണ്ടായി. അത് പ്രവീൺ ക്യാപ്റ്റൻ വന്നിട്ട് അത് സോൾവ് ചെയ്തു. പിന്നെയും അത് സംസാരിച്ചുകൊണ്ട് അത് വലിയ വഷളാക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഫുഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ജിസൈൽ ഫുഡിൽ താല്പര്യമുണ്ടെങ്കിൽ ആര്യൻ, അക്ബർക്ക, ഷനോസ്ക ഈ 3 പേർക്കാണ് കാര്യമായിട്ട് ഉണ്ടാക്കുക. പിന്നെ ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് തരും, അല്ലാതെ എന്റെ അടുത്ത് ഫുഡ് വേണോ എന്നൊന്നും ചോദിച്ചു തരില്ല. ആര് കാണാണെങ്കിലും നമ്മളൊരാൾക്ക് ഭക്ഷണം ചോദിച്ചാൽ കൊടുക്കണ്ടേ? എല്ലാവരും ചോദിക്കും, ഞാൻ കൊടുക്കും. പ്ലീസ് ആസ്ക് ദം. നമ്മൾ ഒരു പക്ഷേ പ്രേക്ഷകർ എന്നോട് ചോദിക്കാം, ജിസൈൽ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് ഒരു സേഫ് ഗെയിം കളിക്കാനാണ്, അവരുടെ ഒരു പ്രീതി സമ്പാദിക്കാനാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മറുപടി പറയേണ്ട അവരുടെ അടുത്ത്? കൊടുക്കരുത്. അല്ല, ഒരു ഗെയിം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ ജിസൈൽ സീരിയസ് ആകണം പ്ലീസ്. ഗെയിം വരുന്ന സമയത്ത് ഈ ഭക്ഷണം ആരും അക്ബർ തന്നെ പറഞ്ഞില്ലേ, അക്ബർ നിങ്ങളാണ് ആദ്യം. അപ്പൊ പറയണേ എന്തിനാ എന്റെ പേര് ആദ്യം പറഞ്ഞത്? അത് ആരും പറഞ്ഞാണോ ഇതിന്റെ ഒരു വിധി നിർണയത്തിന്റെ തീരുമാനം? ഞാൻ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പറയാൻ പാടില്ലല്ലോ, കാരണം ഞാൻ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. അത് പിന്നെ തക്കാളി വേഴ്സസ് ക്യാരറ്റ്. എന്താണ് ക്യാരറ്റ് എടുത്തത് ഭയങ്കര വഴക്കായത്? ക്യാരറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയുടെ ക്യാരറ്റിന്റെ ഈ ഒരു സൈസിലുള്ളത് കുറച്ച് നാളായിട്ട് ഫ്രീസറിൽ ഇരിക്കുന്ന കണ്ടു. അപ്പൊ ആരും എടുക്കുന്നില്ല. അപ്പൊ എനിക്ക് വിശന്നപ്പോ ഞാൻ പോയി എടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് കഴിച്ചു. അപ്പൊ അത് കണ്ടിട്ട് പ്രവീൺ വന്നിട്ട് ആട് ചോദിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഷൗട്ട് ചെയ്തു. പിന്നെ നമ്മുടെ അബി ക്യാപ്റ്റൻ വന്നിട്ടാണ് അത് സോൾവ് ചെയ്ത് വിട്ടത്. അപ്പൊ അത് 3 കട്ടി അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എടുത്തു. കാരണം ഇന്ന് ഭക്ഷണം തരുന്നത് ബിഗ് ബോസ് ആയിരുന്നു. ഇതിന്റെ ബാക്കിൽ ഒരുപാട് തക്കാളി തിന്നുന്ന ആളാണ്. ഒരു വെജിറ്റബിൾ എന്ന രീതിക്ക് ഇടയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കഴിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്ക് ചൂണ്ടി കാണിക്കും, എന്താണ് ടേബിൾ നിനക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് തക്കാളി. പക്ഷെ ഈ കാണുന്ന ഞാൻ ആ സമയത്ത് എന്താ ഭയങ്കര പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പോയൊക്കെ ചെയ്തല്ലേ? വെള്ളം ഒഴിപ്പിച്ചു. ഞാൻ ചെയ്തു. അതിന്റെ ഞാൻ കണ്ടില്ല. ബാക്കിൽ വെള്ളം മാത്രം ബോഡി ഫുള്ളും വന്ന് വീണപ്പോഴാണ് അറിയുന്നത് ഇവർ രണ്ടും കൂടി കളിച്ചത്. ക്യാഷിന് ഞാൻ കോണ്ടന്റ് കൊടുക്കാം, അങ്ങനത്തെ ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനവിടെ പിൻബാഗിൽ ഇരുന്നപ്പം ആരും വന്നിട്ട് എന്നോട് പറഞ്ഞു, മസ്താനി എന്നെ തമാശക്ക് തള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തള്ളു. അതായത് മസ്താനിയുടെ ദേഹത്തൊട്ട വലിയ പ്രശ്നം. മസ്താനിക്ക് ഒരാളെ തള്ളാൻ പറഞ്ഞാൽ തള്ളാം. ഞാൻ ആര്യനെ തള്ളാണ് മസ്താനി, തള്ളാണ്. ശരിക്കാം, എന്തായാലും കൊള്ളാം. ഷാഹുമാൻ ഇവിടെ ഇല്ലേ? ഞാനുണ്ട് കാലഘട്ട. ഷാഹുമാൻ ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞ് ഈ ആൾക്കാരെയൊക്കെ പഠിച്ചിട്ട് പഠിച്ചോ? പിന്നെ ഞാൻ ഫ്ലോർ ക്യാപ്റ്റനൊക്കെ ഇവിടെ ഫുൾ ക്ലീൻ എല്ലാം ചെയ്ത് ഇവിടെ എന്തിനു വന്നാ ഇവിടെ? അല്ല, ഇവിടെ ഗെയിം കളിക്കാൻ വന്നായിരുന്നു. എന്നിട്ട് ഒന്നും കാണുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ പൂർവാധികം ശക്തിയോടെ ഇറങ്ങുന്നത്. അതല്ല, ഷാരിയോടെ ഇറങ്ങിയാറുണ്ട്. ശക്തിയോടെ ഇറങ്ങിയിട്ട് ഇരുന്നാ പോരാ. ഒരു പുതിയ വാക്ക് കേട്ടില്ല. ആരെയോ ഇപ്പൊ അതാണ് അനുമോൾ ഒരു ഹിപ്പോക്രാറ്റ് ആണെന്നു. എന്താ ഹിപ്പോക്രാറ്റ് എന്ന് പറഞ്ഞാൽ? അങ്ങനെ ചെറുതായിട്ടൊരു ഹിപ്പോക്രാറ്റ്, ചെറുതായിട്ട്. അനുമോളിനെ കുറിച്ച് എന്താണ് മനസ്സിലായിരിക്കുന്നത് ഷാമ? അങ്ങനെയല്ല, അനുമോൾ എന്നോടൊന്നും ഇങ്ങനെ ഓരോരുത്തരെ കുറ്റം പറയുമായിരുന്നു. അതിനാണ് ഇപ്പം റെനയോ ആരെങ്കിലും ഒക്കെ പോയി ഫ്രിഡ്ജ് തുറന്ന് ക്യാരറ്റ് എടുക്കുന്നത്, ഇതെടുക്കുന്നത്, അതെടുക്കുന്നത് എന്നൊക്കെ ഒന്ന് എന്നോട് പറയുമായിരുന്നു. അപ്പൊ ഞാൻ വെച്ചു, പാവം അനുമോൾ ഇങ്ങനൊന്നും ഒരു പരിപാടി ചെയ്യില്ല. അപ്പൊ ആ സെയിം അനുമോൾ തന്നെ അന്ന് പോയി എടുത്തപ്പോ ഞാൻ ഒന്ന് ഞെട്ടി. അപ്പൊ നമ്മളെല്ലാം പോയിന്റ് ഔട്ട് ചെയ്തപ്പോ അനുമോൾ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും അതെല്ലാം കണ്ട, പക്ഷെ ഈ അനുമോൾ തന്നെയാണല്ലോ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞമ്മക്ക് ചെറുതായിട്ട് ഹിപ്പോക്രാറ്റ്. അല്ല, ഇപ്പൊ എല്ലാരെയും കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ഇത് രംഗത്തേക്ക് ഇറങ്ങുന്നത്? രംഗത്തേക്ക് സത്യം പറഞ്ഞ ഇറങ്ങി കഴിഞ്ഞില്ല. എനിക്കത് ലാലേട്ടൻ കുറച്ച് ശ്രദ്ധിച്ചത് ഞാൻ പല സ്ഥലത്തായിട്ട് പല കാര്യവും ചെയ്യുവാണ്. ചിലപ്പോ എല്ലാം കൂടെ. ശരി, ഞാൻ ശ്രദ്ധിക്കാം. ഇരുന്നോളൂ. കുക്കീസ്. ക്യാപ്റ്റൻ, നീ അല്ല ക്യാപ്റ്റൻ. അവിടെ. ക്യാപ്റ്റൻ, നീ അല്ല ക്യാപ്റ്റൻ. 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 ക്യാപ്റ്റൻ, നീ അല്ല ക്യാപ്റ്റൻ.
ആര്? അതായത് ക്യാപ്റ്റനും കിച്ചൺ ക്യാപ്റ്റനും കൂടെ അവിടെ വലിയ പരിപാടികൾ നടക്കുന്നു അല്ലേ? പറഞ്ഞാൽ നമ്മളെല്ലാരും തക്കാളി പ്രശ്നമാക്കി ഈ പറഞ്ഞ ജയിൽ നോമിനേഷൻ ഇടുന്ന ആൾക്കാർ കട്ടുകൊണ്ടിരിക്കുക പറഞ്ഞിട്ട് എല്ലാം ഇത്ര വലിയ ഇഷ്യൂ ആക്കിയിട്ട് ലാലേട്ടാ ഈ പറഞ്ഞ ചില ആൾക്കാർക്ക് കുക്കീസ് ഉണ്ടാക്കാൻ അലൗഡാണ്. അവിടെ ഈ കുക്കീസ് ഉണ്ടാക്കുന്ന രണ്ടുപേരും പ്രവീൺ ആൻഡ് നിവിൻ. ക്യാപ്റ്റൻ ഇരുന്നോളൂ. പിന്നെ എന്ത് കുക്കിയാണ് ഉണ്ടാക്കിയത് നിവിൻ? ബിഗ് ബോസില് ഉച്ചയ്ക്ക് ബാക്കി വരുന്ന ചോറ് വെച്ചിട്ടുള്ള കുക്കീസ്. ചോറിന്റെ കൂടെ കുറച്ച് മാവ്, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ചില സാഹചര്യങ്ങളിൽ ചിലപ്പം കുറച്ച് സൺഡ്രിച്ചിന്റെ നമ്മുടെ ഓയിൽ, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ അഗൈൻ. അപ്പൊ അതിൽ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സപ്പോർട്ട് ചെയ്ത ആളുണ്ടല്ലോ പ്രവീൺ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു എൻറ്റയർ വീക്ക് ഞാൻ ഇതായിരുന്നു ഓടിയാണെന്ന് വിചാരിച്ചു. കാരണം ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം. അതായത് അതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ കണ്ടത് അനുമോൾ എന്തോ എടുത്തതിന് ഭയങ്കരമായിട്ട് അത് തിരിച്ചു വയ്ക്കൂ. അതിലൊരു കാര്യമുണ്ടല്ലോ, അനുമോൾ ഒരു ക്യാരറ്റ് എടുത്തത് ആദ്യം വന്ന് അനുമോൾ ചോറും എന്തൊക്കെ അറിയോ? ചോറും കറി വേണ്ട. അത് ആദ്യം ഞാൻ പറഞ്ഞു ചോറ് എല്ലാവരോടും ചോദിച്ചു ചോറ് വേണോ. ചോറ് മാത്രമായിട്ട് കഴിക്കാൻ പറ്റും ഒരാൾക്ക്? ഇല്ല, അന്ന് കറി ഇല്ല എന്നുള്ളത്. പിന്നെ വൈകിട്ടത്തേക്ക് വെച്ച കറിയായിരുന്നു. പക്ഷെ പിന്നെ അത് നെവിൻ വന്നിട്ട് നെവിൻ എടുത്തുണ്ടാക്കിയ സമയത്ത് പിന്നെ ഭയങ്കര പ്രശ്നമായി. പക്ഷെ ഞാൻ നോക്കിയപ്പോ അഭിലാഷ് അവിടെ നിന്ന് എന്തോ എടുത്ത് കഴിക്കുന്ന സമയത്ത് പ്രവീൺ ഉണ്ടായിരുന്നോ? അവിടെ എന്തോ ചോറും കറിയൊക്കെ കഴിച്ചില്ലേ മുമ്പേ അഭിലാഷ്? അല്ലേ? കഴിച്ചോന്ന് തോന്നുന്നു. കഴിച്ചാൽ തോന്നുന്നോ? ശരി, ഇരിക്കും. കിച്ചൺ ക്യാപ്റ്റനായിട്ട് പ്രവീൺ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ജിഷിനൊക്കെ കുക്ക് ചെയ്ത് ബാക്കി എല്ലാ ലേബേഴ്സും കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ഭയങ്കര ഓക്കെ ആയിരുന്നു. പക്ഷെ രണ്ടാമത്തെ ദിവസം എനിക്ക് അതിന്റെ ഡേഞ്ചർ മനസ്സിലായി. കാരണം തിരിഞ്ഞു പറഞ്ഞ എല്ലാവരും എന്നോട് വന്ന് പറയും പ്രവീൺ അടിപൊളി ക്യാപ്റ്റൻ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു, കിച്ചൺ 3 സമയത്ത് ഫുഡ് സൂപ്പറായിട്ട് കിട്ടി, വഴക്ക് വന്നപ്പോ എല്ലാവരും നല്ലപോലെ മാനേജ് ചെയ്തു. ഇതെല്ലാം പറഞ്ഞിട്ട് ഇവിടെ ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നപ്പോഴത്തേക്ക് ആർക്കും ആ പേര് പറയണ്ട. അല്ല, അതുകൊണ്ട് അടുത്ത ആഴ്ച ഞാൻ ഇതിന്റെ അകത്ത് എല്ലാം എടുത്ത് കഴിക്കും. ഞാൻ എല്ലാം എടുത്ത് കഴിക്കുന്നു പറഞ്ഞിട്ട്. കാരണം അടുത്ത ആഴ്ച ആരാണ് അവിടെ മാത്രമല്ല ഞാൻ വിചാരിക്കുന്നത് ഇവിടെ കയറി ഇരിക്കാന്ന് വിചാരിക്കുന്നത്. ഇവിടെ ആരെങ്കിലും